ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ശ്രീഭദ്രേ നാരായണ. നമുക്ക് ദേവിയുടെ അവദാനങ്ങളെ വാഴ്ത്തിപ്പാടാം. ദേവിയല്ലാതെ ഇവിടെ ഒന്നും നമ്മുടെ ഈ കാണുന്ന പ്രപഞ്ചത്തിലില്ല. ഈ കാഴ്ചയിൽ പഞ്ച ഇന്ദ്രിയങ്ങളിലൂടെ നാം ഇവിടെ ജീവിക്കുന്നു എന്ന അനുഭവം തരുന്നത് ദേവിയാണ്. ആ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന ബോധസ്വരൂപം ഭഗവാന്റെയും. ഇവിടെ ജീവിക്കുവാൻ, ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നു. നമുക്ക് സഞ്ചരിക്കുവാൻ ഭൂമി, നമ്മളുടെ വീട് വയ്ക്കുന്നത് ഭൂമിയിൽ, നാം ജോലി എടുക്കുന്നതും ആഹാര സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും നമ്മുടെ ജീവന ഉപാധികളെല്ലാം ഈ ഭൂമിയിൽ നിന്നല്ലേ. ഈ ഭൂമിയും ഇവിടെ കാണുന്ന ഈ പ്രകൃതിയും എല്ലാം നമ്മുടെ ദേവി നമുക്ക് നൽകിയ, ഇവിടെ ഈ മായാ ലോകത്ത്, ഈ ഭൂമിയിൽ, ഈ പ്രകൃതിയിൽ ജീവിക്കുവാനുള്ള അനുകൂലനങ്ങളാണ് നമുക്ക് ദേവി തന്നിരിക്കുന്നത്. അപ്പോൾ ആ കാണുന്ന ദേവിയെ, നമ്മളെ നിലനിർത്തുന്ന ദേവിയെ, നമ്മുടെ ശരീരം തന്ന ദേവിയെ നാം വളരെ 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 ബഹുമാനത്തോടെ, വളരെ ഭക്തിയോടെ, വളരെ സ്നേഹത്തോടെ, വളരെ ഹൃദയബന്ധത്തോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വയ്ക്കുവാൻ പറ്റിയ ദിവസങ്ങളാണ് നവരാത്രി ദിനങ്ങൾ. ആ ദിനങ്ങളിൽ ഒന്നാം ദിവസമായ ഒക്ടോബർ 3 തീയതി വ്യാഴാഴ്ച ദേവി ബാലസ്വരൂപിണി ഭാവത്തിലാണ് ദേവിയെ നാം അന്ന് ആരാധിക്കേണ്ടത്. ശൈലപുത്രിയായി പാർവതി ദേവിയെ സങ്കല്പിച്ച് ആരാധിക്കുകയാണ് ചെയ്യേണ്ടത്. ശൈലപുത്രി എന്ന് വെച്ചാൽ ശൈലം, ഹിമവാന്റെ മകൾ ഹൈമവതി, ഗിരിജ എന്നൊക്കെ ദേവിക്ക് പേര് കിട്ടിയത് ഗിരിയുടെ മകളായതുകൊണ്ടാണ്. ശൈലപുത്രി ഭാവത്തിൽ ബാലസ്വരൂപിണിയായ ദേവിയെയാണ് ഒന്നാം ദിവസം നാം ആരാധിക്കേണ്ടത്. പൂർവജന്മത്തിൽ ദേവി സതീദേവിയെ പോലെ തന്നെ ഈ ജന്മത്തിലും പരമശിവന്റെ അർദ്ധാംഗിനിയാണ് ദേവി. സതീദേവിയെക്കുറിച്ച് അറിയാമല്ലോ. ദക്ഷന്റെ മകളായ സതീദേവി ദക്ഷന്റെ യാഗശാലയിൽ സ്വയം കുണ്ടലിനി നാഡിയെ ഉജ്ജ്വലിപ്പിച്ച് അതിലൂടെ ആ ശരീരത്തെ അഗ്നിക്ക് ഇരയാക്കി കൊടുത്ത് ആ തൻ്റെ ജന്മം അവസാനിപ്പിച്ച് ആ ദേവി ഭഗവാന്റെ വാക്ക് കേൾക്കാതെ പോയ തനിക്ക് സ്വയം ശിക്ഷ ആ യോഗാഗ്നിയിലാണ് ദേവി ദഹിച്ചു പോകുന്നത്. യോഗമായ ദേവിയായ ദേവി യോഗ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ അഗ്നി കുടികൊള്ളുന്നുണ്ട്. ആ ജഡരാഗ്നി അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ആ അഗ്നിയെ ജ്വലിപ്പിക്കാൻ യോഗസിദ്ധിയുള്ളവർക്ക് കഴിയും. അങ്ങനെ ശരീരത്തെ ജ്വലിപ്പിച്ച് ആ ശരീരം ആ യോഗ അഗ്നിയുടെ അഗ്നിക്ക് കൊടുത്തിട്ട് ദേവി പോയതിന് ശേഷം സ്വധാമത്തിലേക്ക് പോയതിന് ശേഷം വീണ്ടും ഹിമവാന്റെ മകളായി ഹൈമവതിയായി, ഗിരിജയായി, ശൈലപുത്രിയായി അമ്മ ജന്മമെടുക്കുകയാണ്. പരമശിവനെ സ്വന്തമാക്കുവാൻ, സാക്ഷാത്കരിക്കുവാൻ വേണ്ടി. ഓരോ ദേവിയുടെ ഓരോ ജന്മവും, ഇപ്പം സീതാദേവിയായാലും ലക്ഷ്മി ദേവിയായാലും രുക്മിണി ദേവിയായാലും എല്ലാ ദേവീ സങ്കല്പങ്ങളും രാധാറാണിയും എല്ലാം ഭഗവാനുമായി ഒന്നിക്കുവാനുള്ളതാണ്. ശിവഭഗവാന്റെ കൂടെ പാർവതി ദേവി ഉള്ളപ്പോൾ, ആ ശൈലപുത്രി ഉള്ളപ്പോൾ മാത്രമാണ് ഭഗവാൻ സന്തോഷത്തോടുകൂടിയിരിക്കുന്നത്. സതീദേവി നഷ്ടപ്പെട്ട ശിവഭഗവാൻ ഏകാന്തത്തിൽ, കഠിന വൈരാഗ്യത്തിൽ, തപസ്സിൽ, ആ ധ്യാനനിരതനായി ഇരിക്കുകയാണ്. ആ ഭഗവാനെ വീണ്ടും പാർവതീദേവിയുടെ ജനനത്തിൽ പാർവതീദേവിയോട് അനുകൂലമായ ചിന്തയോടും വികാരങ്ങളോടും ഒക്കെ ദേവിയെ ഒന്ന് കാണുവാനോ അല്ലെ ദേവിയോടൊരു നോട്ടം നോക്കുവാനോ ഒക്കെ ദേവന്മാർ എത്രയോ പരിശ്രമിച്ചു. കാമദേവനെയൊക്കെ ഭസ്മീകരിക്കുന്നത് ആ സമയത്താണ് ഭഗവാൻ തൻ്റെ തൃക്കൺ തുറന്ന്. അപ്പോൾ ആ ദേവിയുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് പറഞ്ഞു പോയത്. അപ്പോൾ നമുക്ക് ഒന്നാം ദിവസം ദേവിയെ
ശൈലപുത്രിയായ ബാലസ്വരൂപിണിയായ ദേവിയെയാണ് നാം ആരാധിക്കേണ്ടത്. വൃഷഭസ്ഥിതയായി ത്രിശൂലവും താമരപ്പൂവും ധരിച്ച് ദർശനമരുളുന്ന ആ നന്ദിയാണ് ദേവിയുടെ വാഹനം, നന്ദികേശൻ. ദേവി വൃഷഭസ്ഥിതയായി ത്രിശൂലവും താമരപ്പൂവൊക്കെ ധരിച്ച് ദർശനമരുളുന്ന ദേവിയുടെ വാഹനമാണ് നന്ദികേശൻ. സതിയെന്നും ഭവാനിയെന്നും പാർവതിയെന്നും ഹൈമവതിയെന്നും ഒക്കെ ഉള്ള നാമങ്ങൾ ഈ ശൈലപുത്രിയായ ദേവിക്കുണ്ട്. ദേവിയുടെ ഈ രൂപം മനസ്സിൽ സ്മരിച്ചുകൊണ്ടാണ് നവരാത്രിയുടെ 1-ാം ദിനം നമ്മൾ ദേവി പൂജയ്ക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടത്. ഓരോ ദിവസവും ദേവിക്ക് ഓരോ ഭാവമുണ്ട്. എല്ലാ ദിവസത്തെയും ഭാവങ്ങൾ മുൻകൂട്ടി ഞാൻ തലേ ദിവസങ്ങളിൽ വീഡിയോ ഇടാം, അത് ശ്രദ്ധിക്കണം. അതുപോലെ ദേവിയെ മനസ്സിൽ കരുതി പ്രാർത്ഥിക്കണം, ആരാധിക്കണം. ദേവി മഹാത്മ്യം ഉള്ളവർ അത് ജപിക്കണം, വായിക്കണം. അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമം, മറ്റ് ദേവി നാമജപങ്ങൾ ഒന്നും ഇല്ല എങ്കിൽ ലളിതാ സഹസ്രനാമം 2 നേരവും ജപിച്ച് ദേവിയെ സന്തോഷിപ്പിക്കുക. ഇതൊന്നും ഇല്ല എങ്കിൽ, അതൊന്നും വായിക്കാൻ അറിയാൻ വയ്യ എങ്കിൽ, ഇതെല്ലാം യൂട്യൂബിൽ ഒക്കെ ഉണ്ടല്ലോ, അതും അതിൻ്റെ അർത്ഥവും ദേവിയുടെ മാഹാത്മ്യത്തെക്കുറിച്ചും ദേവി അവതരിച്ച കഥകളെക്കുറിച്ചും ഒക്കെ അത് കേൾക്കുക. ദേവീമയമായ ദിവസങ്ങളിലൂടെ വേണം ഇനിയുള്ള ദിവസങ്ങളെല്ലാം കഴിഞ്ഞു പോകുവാൻ. വളരെ ഐശ്വര്യത്തിൻ്റെയും ഭൗതിക ആഗ്രഹങ്ങളുടെയും പൂർത്തീകരണം സംഭവിച്ച് ജീവിതത്തിനൊരു പുതിയ അർത്ഥതലം ഉണ്ടാക്കിയെടുക്കുവാൻ ഈ വ്രതാചരണത്തിലൂടെയും നവരാത്രി കാലത്തെ ദേവീ പൂജയിലൂടെയൊക്കെ നമുക്ക് സാധ്യമാകുന്നു. അടുത്ത ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ദേവീ ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ, അത് രാവിലെ വളരെ പ്രഭാതത്തിൽ അമ്മയുടെ തിരുമുമ്പിൽ പോയി അമ്മയെ കാണുവാൻ അവസരം ഉണ്ടാക്കിയെടുക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയൊക്കെ ചിട്ടപ്പെടുത്തി പുതിയൊരു ചിട്ടയിലൂടെ വരുന്ന ഒരാഴ്ചയോളം കടന്നു പോവുക. അപ്പോൾ ഈ ദിവസം പ്രാർത്ഥിക്കേണ്ട 1-ാം ദിവസം പ്രാർത്ഥിക്കേണ്ട മന്ത്രമുണ്ട്. കഴിഞ്ഞ വർഷവും ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും അത് കേൾക്കാതെ ഇരിക്കുന്നവർ, അല്ലെങ്കിൽ അത് തിരഞ്ഞു പിടിക്കുവാൻ താമസിക്കുന്നുണ്ടോ എങ്കിൽ ഞാൻ വീണ്ടും ആ മന്ത്രം പറഞ്ഞു തരാം. വന്ദേ വാഞ്ചിതലാഭായ ചന്ദ്രാർത്ഥാകൃതശേഖരാം വൃഷാരൂഢാം ശൂലധരാം ബാലപുത്രീം യശസ്വിനീം. വന്ദേ വാഞ്ചിതലാഭായ ചന്ദ്രാർത്ഥാകൃതശേഖരാം വൃഷാരൂഢാം ശൂലധരാം ശൈലപുത്രീം യശസ്വിനീം. വന്ദേ വാഞ്ചിതലാഭായ ചന്ദ്രാർത്ഥാകൃതശേഖരാം വൃഷാരൂഢാം ശൂലധരാം ശൈലപുത്രീം യശസ്വിനീം. ഇതാണ് 1-ാമത്തെ ദിവസമായ ഒക്ടോബർ 3-ാം തീയതി ദേവിക്ക് വേണ്ടി ജപിക്കേണ്ട മന്ത്രം. ഈ മന്ത്രം ജപിച്ച് വേണം. ഇതൊരു 108 തവണയൊക്കെ ജപിക്കുകയാണെങ്കിൽ അത്ര തന്നെ മെച്ചം. അല്ലെങ്കിൽ അവനവന് പറ്റുന്നത്രയും അവനവൻ്റെ സൗകര്യമനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ അങ്ങനെ ജപിക്കുക. ഈ നാമത്തിലൂടെ, ഈ ജപത്തിലൂടെയാണ്, ഈ മന്ത്രത്തിലൂടെയാണ് ദേവിയെ 1-ാം ദിവസം പ്രാർത്ഥിക്കേണ്ടത്. ബാലസ്വരൂപിണിയായ ആ ദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക. വൃഷഭാരൂഢയായ നന്ദികേശനെ വാഹനമായി സ്വീകരിച്ച ദേവി. അപ്പോൾ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവരെയും ദേവി സമൃദ്ധമായി കടാക്ഷിക്കട്ടെ. ദേവി ഒന്ന് കടാക്ഷിച്ചാൽ മതി, ഒന്ന് നോക്കിയാൽ മതി. ദേവിയുടെ മനോഹരമായ നയനങ്ങൾ കൊണ്ട്, അതിൻ്റെ കൺകോണുകൾ കൊണ്ട് നമ്മെ ഒന്ന് നോക്കി ആ പാലുടി ചിതറുന്ന, ആ മാധുര്യം ചിതറുന്ന, ആ പൂനിലാവ് പ്രകാശിക്കുന്ന പുഞ്ചിരി നമ്മുടെ നേരെ ഒന്ന് പൊഴിച്ചാൽ പിന്നെ നമ്മുടെ ജീവിതം ധന്യമാണ്. ഒന്നും ദേവിയോട് ആഗ്രഹം പറയേണ്ട. ദേവിയെ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുന്ന ദിവസം മുതൽ അത് തീരുവോളം ദേവിയോടൊന്നും ആഗ്രഹമൊന്നും പറയണ്ട. എനിക്ക് ഇന്നത് സാധിച്ചു തരണേ ദേവി, ഞാൻ ഈ നവരാത്രി വ്രതക്കാലം ഭംഗിയായി ആചരിച്ചു കൊള്ളാം എന്നൊന്നും പറയണ്ട. കാരണം നമുക്ക് ധാരാളം ആവശ്യങ്ങളുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. ഏതെങ്കിലും ഒന്നല്ലേ ദേവിയുടെ മുന്നിൽ വയ്ക്കുന്നത്. എന്നാൽ സന്തോഷത്തോടു കൂടി നമ്മെ തന്നെ ദേവിക്ക് സമർപ്പിക്കുക. ദേവി
അവിടുന്ന് തന്നതാണ് എൻ്റെ ഈ ശരീരം. അവിടുന്ന് തന്നെയാണ് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ എനിക്ക് ആവശ്യമുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കുന്നത്. അവിടുത്തെ ആ പാതാരബിന്ദങ്ങളുടെ ആ ഒരു സ്പർശമേറ്റ ഈ ഭൂമണ്ഡലത്തിൽ ജീവിക്കുവാൻ തന്നെ എനിക്ക് അവസരം കിട്ടിയല്ലോ ദേവി. എന്നെ ഒരു മനുഷ്യ ജന്മം തന്ന്, ഒരു ജന്മങ്ങളിൽ വെച്ച്, ജീവജാലങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായ ഒരു ജന്മം തന്ന്, ആരോഗ്യമുള്ള ശരീരം തന്ന്, ബുദ്ധിയും വിവേകവുമുള്ള ഒരു ജീവിതം നമുക്ക് തന്ന്, സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിത സാഹചര്യം തന്ന്, വിദ്യാഭ്യാസം ചെയ്യാൻ, ഒരു ജോലി ചെയ്യുവാൻ, അല്ലെങ്കിൽ ഏത് ജോലിയായാലും ചെയ്യുവാനുള്ള ആ കരുത്തും ആരോഗ്യവും മനഃശക്തിയും തന്ന്, നല്ല കുടുംബത്തെ തന്ന്, നല്ല സമൂഹത്തെ തന്ന്, നല്ല ഭാര്യയെ തന്ന്, ഭർത്താവിനെ തന്ന്, അച്ഛനമ്മമാരെ തന്ന്, കുഞ്ഞുങ്ങളെ തന്ന്, എല്ലാ ജീവിത സാഹചര്യങ്ങളും ഒന്നുമില്ലാതിരുന്ന് ഞാൻ ഇവിടെ വരെ എത്തിയത് അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ്. ഇനിയും എൻ്റെ ഈ തോണി മറുകര എത്തുവാൻ ഒരുപാട് കാലം ബാക്കി കിടക്കുന്നുണ്ടല്ലോ അമ്മ. അതുകൊണ്ട് അമ്മയുടെ തൃപ്പാദങ്ങളിൽ എൻ്റെ ഈ ജീവിതം നമുക്ക് സമർപ്പിക്കുന്നു. അമ്മയുടെ ആഗ്രഹമനുസരിച്ച് എന്നെ എവിടെ ഏത് കരയിലും നല്ല രൂപത്തിലോ അല്ലെങ്കിൽ അമ്മയുടെ ആഗ്രഹം പോലെ അത് തുഴഞ്ഞു കൊണ്ടുപോകാം. ഞാൻ ഈ തുഴ അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു. എൻ്റെ ഈ ജീവിതം എനിക്ക് അവിടുന്ന് തന്ന ജീവിതമല്ലാതെ മറ്റൊന്നുമില്ലല്ലോ ദേവി എന്ന് ദേവിയുടെ പദാരവിന്ദങ്ങളിൽ സമർപ്പിച്ച് ആ അമ്മയുടെ മനോഹരമായ പുഞ്ചിരിക്കുന്ന ആ രൂപത്തിലേക്ക് മനസ്സിനെ ആവഹിച്ച് ദേവിയുടെ ആ സുന്ദരമായിട്ടുള്ള രൂപത്തിൽ മനസ്സിനെ ഇങ്ങനെ മനസ്സിൽ ആ രൂപം ആവഹിച്ചുകൊണ്ട് നമുക്ക് ആ ദിനങ്ങൾ ധന്യമാക്കാം. എല്ലാവർക്കും ദേവിയുടെ മനോഹരമായ അനുഗ്രഹം, ആ എല്ലാ പാപങ്ങളും അകറ്റുന്ന, എല്ലാ ദുഃഖങ്ങളും മാറ്റുന്ന ആ സർവ മായാ സ്വരൂപിണിയായ ആ മഹാമായയായ ദേവിയെ നമുക്ക് ആരാധിക്കാം. അമ്മയായ ദേവി, ഈ പ്രകൃതിയിലെ സർവ്വ ജീവജാലങ്ങളുടെയും അമ്മയാണ് ദേവി. അമ്മയുടെ മടിത്തട്ടിലാണ് നമ്മൾ ഇവിടെ ജീവിക്കുകയും ഇവിടെ എല്ലാ ജീവിതവും അതിൻ്റെ എല്ലാത്തിൻ്റെയും എല്ലാം ജീവിക്കുക മാത്രമാണോ? അമ്മയെ നമ്മൾ എന്തെല്ലാം വിധത്തിലാണ് അമ്മയെ നമ്മൾ ഉപദ്രവിക്കുന്നത്? ഈ മായാസ്വരൂപിണിയായ പ്രകൃതിയായ ഭൂമിയായ അമ്മയെ എന്തെല്ലാം രൂപത്തിൽ നാം ഉപദ്രവിക്കുന്നു. എന്നിട്ടും അമ്മ ഒരിക്കലും നമ്മൾ മക്കളോട് യാതൊന്നും ദ്രോഹമായി ചെയ്യുന്നില്ല. നമുക്ക് ശാപവാക്കുകളോ മോശം ജീവിതമോ തരുന്നില്ല. നമ്മെ സഹിക്കുകയാണ് അമ്മ. അത്രയും സഹനതയുള്ള ഈ പ്രകൃതീശ്വരിയായ ശ്രീ ലളിതാ പരമേശ്വരിയായ ശൈലപുത്രിയായ ആ മഹാത്രിപുരസുന്ദരിയായ ദേവിയെ നമുക്ക് ഓരോരുത്തർക്കും ശുദ്ധമായ മനസ്സോടുകൂടി ദേവിയെ നമ്മുടെ ഉള്ളിൽ ആവഹിക്കാം. അപ്പോൾ ദേവിയെ നമ്മൾ ആവഹിക്കുമ്പോൾ നമ്മുടെ ആ ആഹാര രീതി മാത്രം മാറ്റുകയല്ല, വ്രതമെടുക്കുക മാത്രമല്ല ചെയ്യേണ്ടത്. വാക്കുകൾക്ക് ശുദ്ധി വേണം. അതിനുവേണ്ടി അധികം ആരോടും വാഗ്വാദങ്ങളിൽ, സമ്പർക്കങ്ങളിൽ, സംസാരങ്ങളിൽ പെടാതിരിക്കുക. അപ്പോൾ നമ്മൾ കൂടുതൽ അതിന് മറുപടി കൊടുക്കുകയും സംസാരത്തിലേക്ക് കൂടുതൽ മുഴുകുകയും ചെയ്യും. അപ്പോൾ അനാവശ്യ വാക്കുകളും ചിന്തകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പോൾ ഈ വരുന്ന ആഴ്ചയിൽ അധികം സംസാരത്തിലേക്ക് പോകാതെ മൗനം ആചരിക്കുന്നത് തന്നെ ഏറ്റവും വലിയ ഒരു വ്രതം തന്നെയാണ്. മൗന വ്രതം അതും ഒരു വലിയ വ്രതമാണ്. മൗനം സംസാരത്തിൽ മുഴുകി ഈ സംസാര ജീവിതത്തിൽ നാം വാക്കിലൂടെ സംസാരിക്കാതെ തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥ തന്നെ ഒരു വലിയ അവസരമല്ലേ, ഒരു വ്രതം തന്നെയല്ലേ, ഒരു തപസ്സല്ലേ അത്. അപ്പോൾ വാക്ശുദ്ധി വേണം. വാക്കുകൾക്ക് ശുദ്ധി വരണമെങ്കിൽ മനസ്സിൽ നിന്നാണ് ശുദ്ധി വരേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് മനഃശുദ്ധിക്ക് വേണ്ടി എന്ത് ചെയ്യണം? മനസ്സിനെ വൃത്തിയായിട്ട് കഴുകി വെക്കണം അല്ലേ? മനസ്സിനെ കഴുകി വെക്കുന്നത് ചിന്തകൾ കൊണ്ടാണ്. ചിന്തകൾ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? നാം സ്ഥിരമായി എന്ത് കാര്യം ചെയ്യുന്നു, എന്ത് കാര്യത്തിലേക്ക് വ്യാപരിക്കുന്നു, അതാണ് നമ്മുടെ ചിന്തകളായി മാറുന്നത്. അത് നമ്മുടെ ആവശ്യങ്ങളായും നമ്മുടെ തീരാത്ത മോഹങ്ങളൊക്കെയായി നമ്മൾ അതിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്തിലേക്കാണോ ഇപ്പോൾ ഒരാൾക്ക് ജ്ഞാനം ലഭിക്കുന്നതിനാണ് ആഗ്രഹം, അതിലേക്കായിരിക്കും അവരുടെ ചിന്ത പോകുന്നത്. അപ്പോൾ ആ ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ ദാഹിച്ച് അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കും. ചിലർക്ക് പല ലഹരി വസ്തുവിലായിരിക്കും ആഗ്രഹം. അപ്പോൾ അത് കിട്ടാനുള്ള മാർഗത്തെക്കുറിച്ച് ആലോചിച്ച് അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മറ്റു ചിലർക്ക് സ്ത്രീ വിഷയങ്ങളിലാകാം, വേറെ ചിലർക്ക് മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷൻ അങ്ങനെയുള്ളതിലാകാം,
ചിലർക്ക് സിനിമ കാണുന്നതിലാകാം, ചിലർക്ക് മറ്റോരോ കലാരൂപങ്ങളിലല്ല എന്തിലൊക്കെയോ ആഗ്രഹം വരാം, വായനയിലും കലകളിലും ഒക്കെ. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഓരോരുത്തരും പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ സ്ഥിരമായി ചെയ്യുന്നത് അത് തന്നെയാണ് നമ്മുടെ ചിന്താ പദ്ധതിയിലേക്ക് കടന്നു വരികയും നമ്മുടെ പ്രവൃത്തിയിലൂടെ അതൊരു സംസ്കൃതിയായി മാറുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ നവരാത്രി കാലത്തിൽ ദേവിയെക്കുറിച്ചുള്ള ചിന്തകൾ, സത്സംഗങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, ഭഗവാനുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ശ്രേഷ്ഠമായ ചിന്തകൾക്ക് വേണ്ടി നമ്മുടെ ബോധത്തെ മനഃപൂർവ്വം മാറ്റിവെക്കുക. നമ്മുടെ ബോധം ഒന്നിനും നിയന്ത്രണം ഏതൊരു സംസ്കൃതിക്കും നിയന്ത്രിക്കാൻ പറ്റില്ല. നാം ആണ് ആ ബോധത്തെ നിയന്ത്രിച്ച് അതിനെ ഉത്തമമാക്കുന്നതും ശ്രേഷ്ഠമാക്കുന്നതും. അല്ലാതെ നമ്മുടെ ശരീരം ചെയ്യുന്ന ആഗ്രഹങ്ങൾ, പഞ്ച ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന ആഗ്രഹങ്ങളല്ല ബോധത്തെ നിയന്ത്രിക്കുന്നത്, അത് ബുദ്ധിയെ നിയന്ത്രിക്കുകയുള്ളൂ. അപ്പോൾ ആ ബോധതലം എപ്പോഴും സ്വതന്ത്രമായി അപാരമായ ശക്തിവിശേഷങ്ങളോടുകൂടി ഓരോ മനുഷ്യന്റെയും ഉള്ളിലുണ്ട്. ആ ബോധത്തിലേക്ക് ഈശ്വര ചിന്ത, ദേവിയെക്കുറിച്ചുള്ള ചിന്തകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇട്ടുകൊടുത്ത് അതിനെ വളർത്തി, ആ ചിന്തകളെ വളർത്തി ഈ ദിവസങ്ങൾ വളരെ ശ്രേഷ്ഠമാക്കി മനസ്സിനെ മാറ്റുക. അനാവശ്യമായ ചിന്തകളിലേക്ക് മനസ്സ് വ്യാപരിക്കാതിരിക്കുവാൻ ആദ്യം തന്നെ ദേവിയുടെ മുന്നിൽ സമർപ്പണം ചെയ്യണം. ദേവി, ഞാനിങ്ങനെ ദേവിക്ക് വേണ്ടി, ദേവിയെ സന്തോഷിപ്പിക്കുവാൻ, എൻ്റെ ജീവിതത്തിൽ അതുവഴി ഐശ്വര്യങ്ങൾ നേടിയെടുക്കുവാൻ ഞാൻ ഈ നവരാത്രി കാലത്ത് ഇറങ്ങിത്തിരിക്കുകയാണ്. എനിക്കിതിന് ശുദ്ധമായ മനസ്സോടുകൂടി എൻ്റെ ഉള്ളിൽ അവിടുന്ന് വളരെ തെളിഞ്ഞ് പ്രകാശിക്കുവാനുള്ള അവസരം തരണം. ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാതെ, ഒരു ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ ഇല്ലാതെ ദേവിയെ ആരാധിച്ച് സമ്പൂർണമായ ഫലപ്രാപ്തി നേടുവാൻ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകണമെന്ന പ്രാർത്ഥന ദേവിയുടെ മുന്നിൽ സമർപ്പിച്ച്, അതാണ് സങ്കല്പം. ആ സങ്കല്പ പൂജയോടുകൂടി മനസ്സുകൊണ്ട് അമ്മയ്ക്ക് സങ്കല്പം ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഒന്നാം ദിവസം തന്നെ ദേവിയെ ആരാധിക്കാൻ, നാമം ജപിക്കുവാൻ, പൂജിക്കുവാൻ ഒക്കെ തുടങ്ങേണ്ടത്. അതുപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ് എന്തെങ്കിലും നൈവേദ്യങ്ങളൊക്കെ ദേവിക്ക് സമർപ്പിക്കുക. നമ്മളൊരു വർഷക്കാലം ഒന്നും സമർപ്പിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഈ നവരാത്രി കാലങ്ങളിൽ അമ്മയെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ അമ്മയ്ക്ക് നിവേദ്യങ്ങൾ, ഇഷ്ടമുള്ള നിവേദ്യങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. സർവരെയും അനുഗ്രഹിക്കുവാൻ അമ്മ കാത്തിരിക്കുകയാണ്. ആ അമ്മയുടെ ആ പത്മപാദങ്ങളിലേക്ക്, ആ തളിർ പോലെ മനോഹരമായ പതാരവിന്ദങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുക. നമ്മുടെ ഈ ശരീരത്തെയും ജീവിതത്തെയും, രോഗാതുരമായ ശരീരമായിരിക്കും പലർക്കും ഉണ്ടാകുന്നത്, അതെല്ലാം പ്രകൃതീശ്വരിയായ അമ്മയുടെ കൈകളിലേക്ക് വിട്ടുകൊടുക്കുക. അമ്മ അതെല്ലാം മാറ്റി സുഖപ്പെടുത്തി സന്തോഷത്തോടുകൂടി ജീവിതത്തിന്റെ ആവശ്യങ്ങളെ ദേവി തന്നെ നിറവേറ്റിത്തരും. എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സർവകർമ്മങ്ങളും അമ്മയുടെയും ഭഗവാന്റെയും പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.